അരിയോ അരിപ്പൊടിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ദോശയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ദോശ ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് മസൂർ ദാലാണ് എടുക്കുന്നത്, അതായത് നമ്മുടെ ചുവന്ന പരിപ്പ്. ഇതിനി നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മസൂർ ദാലിലേക്ക് നമ്മൾക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ ഒന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളുടെ പരിപ്പൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കൊന്ന് മിക്സി ജാറിലേക്ക് അരക്കാനായി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ പരിപ്പ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 കപ്പ് റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് അവലും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല ദോശമാവിന്റെ ഒരു പരുവത്തിൽ നമ്മൾക്ക് അരച്ചെടുത്തു കൊണ്ടുവരാം. ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമ്മൾക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ 1 നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ പരുവം എന്ന് പറയുന്നത് നമ്മളുടെ ദോശമാവിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ദോശമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഇപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശത്താവയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടൊന്ന് ക്രമീകരിക്കാനായി നമ്മൾക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് ദോശ പരത്തി കൊടുക്കാം. നല്ല നൈസ് ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ദോശ നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്ക് മൂടി മാറ്റാം. പാകത്തിന് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ദോശയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉരുളക്കിഴങ്ങ് മസാല വെച്ച് മസാല ദോശയായിട്ടും എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി മാവും നമ്മൾക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ദോശയാണിത്. അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.